ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇഷ, സ്നേഹക്കൂട് അഭയമന്ദിരത്തിൽ നിന്നാണ്. അപ്പം എല്ലാവർക്കും അറിയാലോ, ഇന്ന് വയോജന ദിനമാണ്. നമ്മളൊക്കെ ഒരിക്കൽ പ്രായമാകും. അപ്പം എല്ലാവർക്കും ഓരോരോ സമയങ്ങൾ കടന്നു പോകുമ്പോഴും നമുക്കെല്ലാം ഓരോ ദിവസങ്ങളുണ്ട് അല്ലേ. ചിൽഡ്രൻസ് ഡേ ഉണ്ട്, അപ്പം ഫാദേഴ്സ് ഡേ ഉണ്ട്, മദേഴ്സ് ഡേ ഉണ്ട്. അങ്ങനെ ഒരുപാട് ദിനങ്ങൾ നമ്മളെല്ലാം ഓരോ വർഷവും ഓർമ്മിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഇന്ന് വേൾഡ് സ്മൈൽ ഡേയും കൂടിയാണ് കേട്ടോ. അപ്പം ചിരിച്ചാൽ ശരിക്കും നമുക്ക് ആയുസ് വർദ്ധിക്കുമെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഞാൻ എന്താണെങ്കിലും എപ്പോഴാണെങ്കിലും ചിരിച്ചോണ്ടാണ് മിക്കവാറും നടക്കാറ് കേട്ടോ. അപ്പം ഇന്ന് വേൾഡ് സ്മൈൽ ഡേ ആണ്. അതോടൊപ്പം തന്നെ ഇന്ന് വയോജനങ്ങളുടെ ദിവസമാണ്. വയോജനങ്ങളുടെ ദിവസം നമ്മളെയൊക്കെ അച്ഛനമ്മമാരുടെ ദിവസമാണ് ഇന്ന്. അപ്പോൾ സ്നേഹക്കൂട് അഭയമന്ദിരത്തിൽ എനിക്കുമുണ്ട് കുറേ അച്ഛനമ്മമാർ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇന്നത്തെ ദിവസം വയോജന ദിനം ആഘോഷിക്കാനായിട്ട് ഇവിടെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി കുറച്ച് പാട്ടും പരിപാടികളൊക്കെ ആയിട്ടും കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇന്നത്തെ ദിവസം കൂടുതലായിട്ട് എല്ലാ ദിവസവും ഞങ്ങൾക്ക് ആഘോഷങ്ങൾ തന്നെയാണ്. പക്ഷെ ഇന്നത്തെ ദിവസം ഞങ്ങൾ കുറച്ചും കൂടി ആഘോഷം ഒന്ന് കൂട്ടി അല്ലേ, എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾ ഒന്നും കൂടി ഇന്നൊന്ന് ആഘോഷിക്കാനായിട്ട് പോകണം. അപ്പോൾ ഇത് കാണണം കേട്ടോ. ഞങ്ങളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എല്ലാവർക്കും, ഞങ്ങളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്നേഹത്തോടെ വയോജനദിന ആശംസകളും ഒപ്പം ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും.
വൃദ്ധസാധനം കൂടിയാണ് ഇന്ന്. അപ്പം ഇന്നത്തെ ദിവസം നമുക്കൊപ്പം നമ്മുടെ ആഘോഷിക്കാനായി അച്ഛനമ്മമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കോട്ടയത്തെ DYSP സന്തോഷ് കുമാർ സാറാണ്. സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അപ്പം ഇവിടെ 42 അച്ഛനമ്മമാരാണ് ഉള്ളത്. ഇവിടെ മൊത്തം മക്കളൊക്കെ ഉപേക്ഷിച്ചതും കേട്ടുള്ള അച്ഛനമ്മമാരാണ്. പോലീസ് ഏറ്റവും കൂടുതൽ പോലീസുകാരാണ് ഇവിടെ എത്തിക്കുന്നത്. അപ്പം അവരെയാണ് ഞങ്ങൾ സംരക്ഷിക്കുന്നത്. അതോടൊപ്പം നമ്മളിവരെ തിരിച്ച് മക്കൾക്കൊപ്പം കൗൺസിലിങ്ങും ഒക്കെ നൽകി തിരിച്ചു വിടുന്ന ഒരു പ്രൊജക്റ്റോടെ ഇവിടെയുണ്ട്. അപ്പം സാറിനെ ആദരപൂർവ്വം സാറിന് അതോടൊപ്പം നമ്മുടെ സാറിനെ വളരെ ചുരുക്ക സമയത്തേക്കാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. സാറിനോടൊന്ന് പറഞ്ഞ അരമണിക്കൂറത്തെ പരിപാടിയേ ഉള്ളൂ. സാറിന് എത്രയെന്ന് സാർ തിരക്കുകൾക്കിടയിൽ എത്തിയതാണ്. അതുകൊണ്ട് വലിയൊരു പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ലെന്നറിയാം. അടുത്തതായി നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന സാറാണ്. അതറിയാലോ, സജീവ് സാറിന് എല്ലാവർക്കും അറിയാം. അപ്പം കൂടുതൽ പറയേണ്ടതായിരുന്നു. നമ്മുടെ കുടുംബത്തിലെ അംഗം കൂടിയാണ്. സാറിനോട് സാധനം ചെയ്യുന്നു. അതോടൊപ്പം സ്നേഹം കൊണ്ട് വിഷയം ആദ്യപോലെ സാധനം ചെയ്തുകൊണ്ട് രണ്ടുപേർക്ക് സംസാരിക്കാനായി ശേഷം വയോജനദിനമായ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ദിവസങ്ങളിലെ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു ദിവസമായിരുന്നു അല്ലേ? ഞങ്ങളൊരു 11 മണിക്ക് തന്നെ ആരംഭിച്ച് കളിയും ചിരിയും പാട്ടുമൊക്കെയായി. അപ്പോൾ നമുക്കിവിടെ തിരിച്ചടിക്കാനൊക്കെ ആയിട്ട് എത്തിയിരിക്കുന്നത്. പെട്ടെന്ന് പറഞ്ഞപ്പോഴേ തന്നെ ഇന്നിപ്പോൾ രാവിലെ ചെന്നാണ് സാറിനെ ക്ഷണിച്ചത്. അപ്പോൾ സാറ് വരാമെന്നേറ്റു. നമുക്ക് വളരെ വലിയൊരു സന്തോഷം ഇവിടേക്ക് എത്തിയതിൽ. അപ്പോൾ ഞങ്ങൾക്ക് സാറിനെ ഈ ഞങ്ങളുടെ സ്നേഹക്കൂട ഫാമിലിൻ്റെ അനാഥാലയം എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഒത്തിരി അച്ഛനമ്മമാരല്ല ഞങ്ങളുടെ ഈ ഒരു കുടുംബത്തിലേക്ക് എത്തിയത്. ഹൃദയപൂർവ്വം നന്ദി. അപ്പം ഇവിടെ ഞങ്ങൾ ഒത്തിരി ആളുകളെ തിരിച്ചയക്കുന്നുണ്ട് സാർ. 120ഓളം അച്ഛനമ്മമാരെ ഞങ്ങൾക്ക് തിരിച്ചയക്കാൻ സാധിച്ചു. പോലീസ് വഴിയാണ്, കൗൺസിലിങ്ങിലൂടെയൊക്കെ തന്നെ. പിന്നെ ഇപ്പൊ തിരിച്ചു പോകാൻ മാർഗമില്ലാതെയുള്ള അച്ഛനമ്മമാരാണ് ഇവിടെ ഉള്ളത്. പക്ഷെ നമ്മളിവിടെ എല്ലാവരും ഹാപ്പി അല്ലേ? അല്ലേ? ഞങ്ങൾക്ക് അതിന്റെ യാതൊരു ഒറ്റപ്പെടലുകളും ഇല്ല. ഞങ്ങളിവിടെ എല്ലാവരും സന്തോഷമായിട്ട് കുടുംബം പോലെ കഴിയുന്നു. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ എന്നില്ല, എല്ലാ ദിവസവും നമ്മളുടെ ദിവസം തന്നെയാണ് അല്ലേ? എന്നിരുന്നാലും ലോക വയോജന ദിനമായതുകൊണ്ട് ആ ഒരു ദിവസത്തിൽ നമ്മൾ സ്പെഷ്യലായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ സാറിനെ എവിടേക്ക് ക്ഷണിച്ചു. സാർ എത്തി. സമയമാണ്. എന്തായാലും കോട്ടയത്തിൻ്റെ DYSP ആണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമായ കാര്യങ്ങൾ വഴി നടത്തുന്ന ഒരു സ്ഥാപനമാണ്. നിഷയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ 19 വയസ്സിൽ സാമൂഹിക രംഗത്തെ പ്രവർത്തനം ആരംഭിച്ച നിഷ ഇപ്പോൾ നിഷയും അനുരാജും ചേർന്ന് ഈ ഒരു സ്ഥാപനം കോട്ടയത്തിന് അഭിമാനപരമായ രീതിയിലാണ് നടത്തിക്കൊണ്ടു പോകുന്നത്. ഒട്ടനവധി ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും ആരെ അറിയിക്കാതെ വളരെ കഷ്ടപ്പെട്ട് ആണ് ഈ സ്ഥാപനം മുമ്പോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസും നമ്മുടെ ഈ സ്ഥാപനവുമായുള്ള ബന്ധം വലിയ ബന്ധമാണുള്ളത്. നമുക്കറിയാം, ഈ നമ്മുടെ കോട്ടയത്തൊന്നും മാത്രമല്ല, ഈ സംസ്ഥാനത്തുടനീളമുള്ള എവിടെ ആർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഓടിയെത്തുന്ന നേതൃത്വമാണ് ഇന്ന് നമുക്ക് സ്നേഹമുള്ളത്. നമ്മുടെ MLA-മാർ, നമ്മുടെ ജനപ്രതിനിധികളും, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, അങ്ങനെ തുടങ്ങി നിരവധി ആൾക്കാർ ഓരോ സമയത്ത് ആവശ്യപ്പെടുമ്പോൾ, ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിൽ നേതൃത്വം കൊടുക്കുന്ന നിഷയും വനരാജും അടക്കം മെല്ലനും അടക്കമുള്ളവർ അവിടേക്ക് ഓടിയെത്താറുണ്ട്. ഏറ്റവും ബഹുമാനപ്പെട്ട ഈ സീനിയർ സിറ്റിസൺ വയോജനങ്ങളുടെ ദിനത്തിൽ ഇവിടുത്തെ ഈ തണലിൽ, ഈ സ്നേഹക്കൂടിൻ്റെ തണലിൽ കഴിഞ്ഞ് വരുന്ന ഓരോരുത്തരെയും ഈ ദിനത്തിൽ അവരുടെ അവർക്ക് സന്തോഷം പകർന്നു നൽകുന്നതിന്, അവരുടെ മനസ്സിൽ ഊറി വരുന്ന ദുഃഖങ്ങളിൽ നിന്ന് അല്പസമയത്തേക്കെങ്കിലും അത് തുടച്ചു കളയുന്നതിന് ഇങ്ങനെയൊരു ഈ ദിനത്തിൻ്റെ ഓർമ്മ മഹത്തരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച ബഹുമാന്യരായ ഈ സ്നേഹക്കൂടിൻ്റെ താങ്ങും തണലുമായി വർത്തിക്കുന്ന എല്ലാവരെയും ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒരു അഭയമന്ദിരത്തിൽ കൗൺസിലിംഗും മറ്റൊക്കെ നടത്തി തൻ്റെ കുട്ടികളോടൊപ്പം പറഞ്ഞു വിടുന്നു എന്ന് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്.
മറ്റ് ജീവിതത്തിൻ്റെ പല വൈഷമ്യങ്ങളിലൂടെയും കടന്നു പോകുന്ന ഈ അച്ഛനമ്മമാർക്ക് അങ്ങനെ കൂടി ഒരു സൗകര്യമുണ്ടെന്നുള്ളത് ഏറ്റവും ശ്ലാഘനീയമായ ഒന്ന് തന്നെയാണ്. ഇന്നത്തെ ഈ ദിനത്തിൽ നിങ്ങളുടെ സന്തോഷത്തോടൊപ്പം പങ്കുചേരുന്നതിന് എനിക്കൊരു സാഹചര്യം ഉണ്ടാക്കി തന്ന ഇവരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഏത് തരത്തിലുള്ള സഹായത്തിനും ഞാനിവിടെ ഉള്ളിടത്തോളം കാലം പോലീസിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിലോ ഈ അച്ഛനമ്മമാരുടെ കാര്യങ്ങൾക്ക് എന്ത് സഹായം ചെയ്യാമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാനിത് നിർത്തുകയാണ്. വന്ധ്യവയോധികർക്കാകവേ ആനന്ദമേകുവാൻ മുന്നിട്ടിറങ്ങിടേണം. ലോകവയോജനക്ഷേമത്തിനായെന്നും ഏകമനസ്സോടെ യത്നിക്കണം, ഏകമനസ്സോടെ യത്നിക്കണം. കാലം കനിവോടെ കാത്തുവച്ചിടുന്നു ആനന്ദമേകും അവസരങ്ങൾ. സേവനമല്ല അതു വെറും സേവനമല്ല, സേവനമല്ലതു കർത്തവ്യമായിട്ടു കാണണം ചെയ്യണമെന്നുമെന്നും, കാണണം ചെയ്യണമെന്നുമെന്നും. ഇന്നു നാം കാണും വയോജന വൃന്ദത്തിനാദരമേകി കടമ ചെയ്യാം. നാളെ ഈ കൂട്ടമായി നമ്മൾ മാറിയിടുമ്പോൾ നമ്മൾക്കും ആശ്രയമീ യുവത്വം. നാളെ ഈ കൂട്ടമായി നമ്മൾ മാറിയിടുമ്പോൾ നമ്മൾക്കും ആശ്രയം ഈ യുവത്വം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലോക വയോജന ദിനമാണ്. ഇവിടെ രാവിലെ തന്നെ ഞങ്ങൾ കുറെ ഇവിടുത്തെ പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തന്നു. നമ്മളെല്ലാവരും ഓരോരോ പ്രായം ആകുമ്പോഴത്തേക്കും നമ്മളുടെ ഒരവസ്ഥകൾ മാറി വരുന്നുണ്ട്. ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, അങ്ങനെ ഓരോരോ ദിവസങ്ങളും എല്ലാവർക്കും വേണ്ടിയിട്ട് ആഘോഷിക്കാനായിട്ട് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പം ഇന്ന് വയോജന ദിനമായ ഇന്ന് ഞങ്ങൾ ഒരു നമ്മളെ അച്ഛനമ്മമാരെല്ലാവരും കൂടെ കൂടിയിട്ട് ഞങ്ങൾ വയോജന ദിനം ആഘോഷിച്ചു. അവർക്കിട്ട് അപ്പം ഞങ്ങളും വാലയ്ക്കിട്ടിരിക്കുകയാണ്. അപ്പം വളരെ സന്തോഷ ദിവസമായിരുന്നു ഇന്ന്. ഇവരെ ഒന്നും കൂടി നമുക്കൊന്ന് സന്തോഷിപ്പിക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. അപ്പം ശരിക്കും പ്രായമാകുമ്പോൾ അച്ഛനും അമ്മയും ഒക്കെ നമ്മൾ പുറന്തള്ളപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഓരോ ദിവസവും വൃദ്ധസദനങ്ങളുടെ എണ്ണം പെരുകി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ വൃദ്ധസദനങ്ങളുടെ എണ്ണം ഒരിക്കലും കൂടരുത്, കുറയരുതെന്നാണ് നമ്മുടെ ആഗ്രഹമെങ്കിലും ഇന്നും വന്ന് കുറേ അധികം കോളുകൾ അച്ഛനെയും അമ്മയെയും നോക്കാൻ പറ്റാതെ പുറത്തേക്ക് തള്ളിവിടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൂടി വരികയാണ്.
അപ്പം ശരിക്കും ഇവരൊക്കെ ഒരുപക്ഷെ വീട്ടിലായിരുന്നെങ്കിൽ ഇന്ന് വയോജനതനമാണെന്ന് പോലും അറിയാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? വയോജനതനം എന്താണെന്ന് പോലും ചിലപ്പം ഇവർക്ക് അറിയാൻ പറ്റാത്ത ഒരു ദിവസമായിരിക്കാം ഇന്ന്. പക്ഷെ ഇപ്പൊ സ്നേഹക്കൂട്ടിലായിരുന്നുകൊണ്ട് നമ്മൾ വയോജന ദിനം ആഘോഷിച്ചു. ഇവിടെ DYSP സാറ് വന്ന് എല്ലാവരും മാലയിട്ട് ആദരിച്ചു. അപ്പൊ അതൊക്കെ ഒരിക്കലും മറക്കാത്ത ഒരു ഓർമ്മകളാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടാത്ത അച്ഛനെയും അമ്മയും ഒക്കെ ഞങ്ങൾ ഇതേണ്ട പൊന്നുപോലെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പം ഓരോ ദിവസവും ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന വൃദ്ധസദനങ്ങൾ കുറയട്ടെ എന്ന് ആണ് ഈ ഒരു വയോജന ദിനത്തില് നമ്മളെ ആഗ്രഹവും അതാണ് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളതും. അതുപോലെ തന്നെ ഇവരെല്ലാം ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നു. എല്ലാവരും സന്തോഷമല്ലേ? ഹാപ്പി അല്ലേ? ഞങ്ങളൊരു കുടുംബത്തിലെ പോലെ ഇവിടെ വളരെ സന്തോഷകരമായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പം ഈ പുറന്തള്ളപ്പെടുന്ന ഈ അച്ഛനെയും അമ്മയും അല്ലെങ്കിൽ ചിലപ്പോൾ അച്ഛനും അമ്മയും മക്കള് ഇല്ലാത്ത ഒത്തിരി അച്ഛനമ്മമാരും ഉണ്ട് കേട്ടോ. മക്കളില്ലാതെ ഒറ്റപ്പെട്ടു പോയ അച്ഛന്മാരും അമ്മമാരും ഒക്കെ നമ്മുടെ സ്നേഹക്കൂട അഭയമന്ദിരത്തിലുണ്ട്. അവരുടെയും ഒക്കെ ദിവസങ്ങളായിട്ട് ഇന്ന് ഈ ദിവസം ഞങ്ങളിവിടെ ആഘോഷിക്കുമ്പോൾ ഒത്തിരി സന്തോഷവും സംതൃപ്തിയുമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഒരുപക്ഷെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെയുള്ളൊരു രീതിയിലേക്ക് എന്നും മാറുമെന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്നല്ല. ഇത്രയും അച്ഛനമ്മമാരെ ഓരോ അച്ഛനും അമ്മയും സ്നേഹക്കൂടിന്റെ പടി കടന്ന് ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ ചങ്കില ഇടിപ്പ് കൂടുകയാണ്. കാരണം ഇവരെയൊക്കെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിഷമം എപ്പോഴും മനസ്സിലുണ്ട്. പക്ഷെ ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് അച്ഛനമ്മമാരുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിലും ഇവരെ നല്ല രീതിയിൽ നോക്കാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ട്. അതോടൊപ്പം സ്നേഹക്കൂടിനൊപ്പം നിഴലായിട്ട് പ്രവർത്തിക്കുന്ന കുറേയധികം ചെറുപ്പക്കാർ നമുക്കൊപ്പമുള്ളത് കൊണ്ട് ഈ ഒരു സ്ഥാപനം വളരെ സന്തോഷത്തോടുകൂടിയും മനോഹരമായിട്ടും കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇനി അനുരാജ് ചേട്ടനോട് കൂടെ, ഇന്ന് ലോക വയോജന ദിനമാണെങ്കിലും ഞങ്ങളിത് ആഘോഷിച്ചു, ശരിയാണ്. ഞങ്ങളുടെ അച്ഛനമ്മമാരെയൊക്കെ ഞങ്ങൾ ആദരിച്ചു. പലരും എന്താ പറയുക, കല്യാണത്തിന് ശേഷം ആദ്യമായിട്ട് ആര് വിടുന്ന ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആഘോഷത്തിന് പ്രത്യേക ദിവസത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും ഞങ്ങൾ എല്ലാ ദിവസവും ഇവിടെ ആഘോഷിച്ചിട്ടാണ് കഴിയുന്നത്. മറ്റുള്ളവരുടെ കൂടെ ഒന്നും അല്ലെന്ന് തന്നെയാണ് എനിക്കും. ഞങ്ങൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് എല്ലാം ഞങ്ങളുടെ അച്ഛനമ്മമാരെ സന്തോഷിപ്പിച്ചും സമാധാനത്തോടെയും കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അത് ഞങ്ങൾ ഒരു പരിധിവരെ ജയിച്ചു എന്ന് തന്നെ പറയാം. അതോടൊപ്പം ഇത് ഒരു പ്രത്യേക ദിനം എന്താ പറയുക വയോജനങ്ങൾക്ക് വേണ്ടി ഉണ്ടെങ്കിലും ഞങ്ങളത് ആഘോഷിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഞങ്ങളുടെ അച്ഛനമ്മമാർക്ക് എന്നും ആഘോഷത്തിന്റെ ദിനം മാത്രമാണ് ഞങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രായം മനസ്സിനെ തോൽപ്പിക്കാതെ ഇവിടെ നമ്മുടെ വള്ളിയമ്മയും ഒത്തിരി അമ്മമാർ അല്ലെ, മാരിയമ്മയും വള്ളിയമ്മയും ഒക്കെ ഇവിടെ ഡാൻസ് ചെയ്യുന്ന കണ്ടു. ചെറുപ്പക്കാരും പ്രായമുള്ളവരും തമ്മിലുള്ള ആ ഒരു ഡാൻസ് ഇവിടെ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷിക്കുന്നത് നമ്മുടെ അച്ഛനമ്മമാരുടെ ഡാൻസ് തന്നെയാണ്. കാരണം അവരും വളരെ മനോഹരമായിട്ട് തന്നെ ഈ പ്രായവും എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ആഘോഷിച്ചില്ലേ വയോജന ദിനം? എല്ലാവരും കൂടെ ചേർന്ന് നമുക്കൊരു ഹായ് പറയാം. അപ്പൊ ഞങ്ങൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്നേഹക്കൂട് മീഡിയ എന്ന ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞങ്ങളുടെ അഭ്യർത്ഥനയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ കാണണം. നമ്മുടെ ഇവിടെ സ്നേഹക്കൂടിന്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ അറിയാനായിട്ട് ഞങ്ങളുടെ ഈ മീഡിയയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ എത്താറുണ്ട്. അപ്പം ഞങ്ങൾ ഈ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം അല്ലേ? എല്ലാവരും ലൈക്ക് ചെയ്യണമെന്ന് പറയൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതില് നമുക്കൊപ്പം പ്രവർത്തിക്കുന്ന കുറെ അധികം ആളുകളുണ്ട്. എല്ലാവരും ഇങ്ങോട്ട് വരും. ഹായ്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ പൂർണ്ണമായി സ്നേഹക്കൂട് അഭയമന്ദിരം പൂർണ്ണമായത് ഈ ഒരു വിഷ്വലിലൂടെയാണ്. കാരണം ഇവിടെ നമ്മുടെ സ്റ്റാഫും എല്ലാവരും ചേർന്നിട്ട് ഞങ്ങൾ ഈ ഒരു കുടുംബത്തിലെ അംഗങ്ങളെല്ലാം ചേർന്ന് ഒരുമിച്ചപ്പോഴാണ് നമ്മുടെ ഈ ഒരു സ്ഥാപനം പൂർണ്ണമായത്. അപ്പൊ വയോജന ദിനത്തിൽ ഇന്ന് ഇത്രയും കാര്യങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്ത് ഒരുക്കിയതെല്ലാം നമ്മളുടെ ഇവരാണ്, സ്നേഹക്കൂടിന്റെ സ്നേഹസേനയാണ്. അപ്പൊ നിങ്ങൾക്കുള്ള ഒരു നന്ദി ആദ്യം തന്നെ പറയുകയാണ് കേട്ടോ. അപ്പം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പം ഇതിനെല്ലാം മുൻകൈ എടുത്ത നമ്മുടെ സ്നേഹക്കൂടിന്റെ മാനേജർ മിലൻ വീഡിയോ എടുക്കും. അസിസ്റ്റന്റ് മാനേജർ അഖിൽ നല്ലൊരു അകത്തേക്ക് കയറണമെന്ന് നിശ്ചയിക്കുന്നത് നമ്മുടെ ജോയ് ചേട്ടൻ. നമ്മൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന വിപിൻ. അപ്പൊ നമ്മുടെ അസിസ്റ്റന്റ് മാനേജര് കുര്യൻ സാറ് ഭക്ഷണം തരുന്ന ഉദയൻ ചേട്ടൻ. രോമാ
അഭിഭാഷകനുമായ നമ്മളെല്ലാം പ്രായത്തെ വെല്ലുന്ന ചുറുചുറുക്കുമായി നമ്മുടെ ഒപ്പം എപ്പോഴുള്ള സജയൻ സാറ്, നമ്മുടെ 60 കഴിഞ്ഞിട്ട് മാലയിടാതെ മാറി നമ്മുടെ പ്രിയങ്കരനായ പീതു, സ്നേഹക്കൂട്ടിലെ അമ്മമാരെ അണിയിച്ചൊരുക്കി അല്ലെ നല്ല വൃത്തിയാക്കി അവരെ നല്ല രീതിയിൽ റെഡിയാക്കുന്ന എന്റെ ചേച്ചിമാരായ ആശയും അമ്പിളിയും, നമ്മുടെ അമ്മമാർക്ക് മരുന്നും ഭക്ഷണവും ഒക്കെ എത്തിക്കുന്ന നമ്മുടെ നേഴ്സുമാരായ തനൂർ ചേച്ചിയും നിമ്മിയും, അച്ഛൻ വീട്ടിലെ നേതാവായ നിസി, നമ്മുടെ സ്നേഹക്കൂട മന്ദിരം തൂത്ത് തുടച്ച് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന നമ്മുടെ പ്രേമള ചേച്ചി, സ്നേഹക്കൂടിന്റെ കൺമണികളായ ഞങ്ങളുടെ അച്ഛനമ്മമാർ, സ്നേഹക്കൂടിന്റെ എല്ലാമായ നമ്മളുടെ ഈ വിഷ്വൽസ് എല്ലാം മനോഹരമായിട്ട് പകർത്തി നമ്മുടെ സ്നേഹക്കൂടും മീഡിയയൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന നമ്മുടെ എല്ലാമായ നോയ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ചേർന്ന് വയോജനത്തിന് ആശംസകൾ എല്ലാവർക്കും നിർദ്ദേശിക്കാം. എല്ലാവരും ചേർന്ന് മക്കളാ ബെല്ലൂടെ നട്ടിട്ട് വേണേ പോവാന്.